കേട്ടിട്ടേയുള്ളൂ. അതല്ലെങ്കിൽ ഒരു കാലത്ത് കേരളത്തിൻ്റെ ആധ്യാത്മിക മണ്ഡലത്തെ ആഴത്തിൽ സ്വാധീനിച്ച, അതല്ലെങ്കിൽ അതിനു വെളിച്ചവും വേഗവും ദിശയും നിർണയിച്ച ഒരു മഹാത്മാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശാന്തമായ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇന്നും അലയടിക്കുന്ന ഒരു മണ്ണിൽ എപ്പോഴൊക്കെയോ വരാൻ സാധിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ മഹാത്മാവുമായി പരിചയിച്ചവരെ കേൾക്കാനോ വായിക്കാനോ സാധിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഞങ്ങളുടെ തലമുറയ്ക്ക് നേരിട്ട് കാണാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല. നിർമ്മലാനന്ദ സ്വാമികളെ പോലെ ഒരു മഹാപുരുഷന്റെ പേരിൽ സമർപ്പിക്കപ്പെടുന്ന അവാർഡ്, സംപൂജ്യ സ്വാമികൾ സൂചിപ്പിച്ചതുപോലെ ഈ അവാർഡ് 9ാമത്തെ ഈ അവാർഡ് അത് ഏറ്റവും അർഹമായ ഒരു വ്യക്തിയിലേക്ക് കൈമാറുക എന്ന് പറയുമ്പോൾ ആ ചടങ്ങ് എത്രമാത്രം പൂജ്യന്മാരെ പൂജിക്കാതിരിക്കുക എന്നത് ഏറ്റവും വലിയ അനാദരവാണ്. നമുക്ക് ഒരു ആധ്യാത്മിക സമൂഹത്തിന് ചിന്താപരമായി സാധനാപരമായി മുന്നേറുന്ന ഒരു സമൂഹത്തിന് പൂജ്യന്മാരെ ആചാര്യന്മാരെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഈ ഋഷി പരമ്പരയോടുള്ള ഋണം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കൂ. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ലക്ഷ്മി ദീദിയിലേക്ക് ഈ ഒരു വലിയ ധാരയുടെ, ഈ ഒരു കേരളത്തിന്റെ സാംസ്കാരിക ആധ്യാത്മിക ജീവിതത്തെ തഴുകി ഒഴുകിക്കൊണ്ടിരിക്കുന്ന വലിയ ഈ ധാരയുടെ ഒരു ഭാഗം എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ അത് ഏറ്റവും അർഹമായ ഒരിടത്തുകൂടി ഒഴുകുന്നതിനുള്ള അവസരം ഒരു ഭക്തസമൂഹം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലം അത്യന്തം മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്തുകൊണ്ട് നിർമ്മലാനന്ദ സ്വാമി കേരളത്തിലേക്ക് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കേരളം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, കേരളം തപസ്സു ചെയ്യുകയായിരുന്നു, കേരളത്തിന്റെ ആത്മീയ ഹൃദയത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ എത്തുക എന്നത്. കാരണം ഇവിടെ ഒരു വലിയ പാരമ്പര്യമുണ്ട്. ആദിശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട്, തുഞ്ചത്താചാര്യന്റെയും അതുപോലെയുള്ള മഹാമനീഷികളുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട്, ചട്ടമ്പിസ്വാമി തിരുവടികളുടെ, ശ്രീനാരായണ ഗുരുദേവന്റെ, ചിന്മയാനന്ദ സ്വാമികളുടെ ഒക്കെ പ്രവർത്തനങ്ങൾ, മതാമൃതാനന്ദമയി ദേവിയുടെ പ്രവർത്തനങ്ങൾ ഒക്കെയുള്ള മണ്ണാണിത്. പക്ഷേ നിർമ്മലാനന്ദ സ്വാമികളെ കേരളം തപസ് ചെയ്തിരുന്ന ഒരു കാലത്ത്, അഥവാ ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ അദ്വൈതത്തിന്റെ മണ്ണിലേക്ക്, വളരെ ശക്തമായ മീമാംസയുടെ പാരമ്പര്യമുണ്ടായിരുന്ന, വൈദിക പാരമ്പര്യമുണ്ടായിരുന്ന കേരളത്തിന്റെ മണ്ണിലേക്ക്, കേരളത്തിന്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന, ഒരുപക്ഷെ നിർമ്മലാനന്ദ സ്വാമികൾ കേരളത്തിലേക്ക് വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിന്റെ യുക്തിമണ്ഡലം, കേരളത്തിന്റെ ധാർമ്മിക മണ്ഡലം, കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലം ഒരു തരത്തിൽ പറഞ്ഞാൽ അരാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ സമൂഹത്തിനിടയിൽ തന്നെയുള്ള അസമത്വങ്ങളിലൂടെ അരാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, യുക്തിചിന്തയുടെ പശ്ചാത്തലം യുക്തിവാദത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന, അത് കപടമായ ഈശ്വര നിഷേധത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അദ്വൈതത്തിന്റെ മണ്ണിൽ ശ്രീരാമകൃഷ്ണ വിവേകാനന്ദന്മാരുടെ ഹൃദയത്തിന്റെ കല കൊണ്ട്, നമുക്കറിയാം, ഹൃദയം ഭാവസാന്ദ്രമാകാൻ, ഹൃദയം ഭക്തി നിർഭരമാകാൻ ഈ യോഗങ്ങളെ മുഴുവൻ സമന്വയിച്ച ഒരു പശ്ചാത്തലമാണ് ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ പ്രസ്ഥാനങ്ങൾക്കുള്ളത്. സാധന ചെയ്യുന്ന പദ്ധതിയാണെങ്കിൽ രാജയോഗം, കർമ്മം ചെയ്തുകൊണ്ട് ഹൃദയം ഈശ്വരന് സമർപ്പിക്കുന്ന
ശരണാഗതിയുടെ മാർഗമാണെങ്കിൽ രാജയോഗത്തിന്റെയും കർമ്മയോഗത്തിന്റെയും പാത കൊണ്ട്, അറിവിന്റെ ബോധത്തിന്റെ അദ്വൈതാനുഭൂതിയുടെ ഭാവമാണെങ്കിൽ ജ്ഞാനയോഗത്തിന്റെ സമന്വയം കൊണ്ട്, ഹൃദയം ഭക്തി നിർഭരമാകുമ്പോൾ, ഈശ്വരാനുഭൂതി കൊണ്ട് നിറയുമ്പോൾ ഭക്തിയുടെ ഭാവം കൊണ്ട് ഈ ജ്ഞാനയോഗ, കർമ്മയോഗ, രാജയോഗ, ഭക്തിയോഗങ്ങളെ കൊണ്ട് ആധ്യാത്മിക മണ്ഡലത്തിന് പുതിയൊരു ഉണർവ് നൽകിയ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ, ഒരു വലിയ ഭാവസാന്ദ്രമായ അനുഭൂതിയുടെ അനുരണനങ്ങൾ ഭാരതമെങ്ങും അലയടിച്ചതുപോലെ കേരളത്തിൽ ഉണ്ടാകേണ്ടത്, കേരളത്തിന്റെ മനസ്സ് കാലങ്ങളായി തപസ്സു ചെയ്തതിന്റെ ഫലമായിട്ടാണ് നിർമ്മലാനന്ദ സ്വാമിയെ കേരളത്തില് രാമകൃഷ്ണ വിവേകാനന്ദ പ്രസ്ഥാനങ്ങളുമായി നമുക്ക് ലഭിച്ചത്. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ പ്രസ്ഥാനങ്ങൾ ആശ്രമങ്ങളിലൂടെ, സന്യാസി പരമ്പരകളിലൂടെ, ആചാര്യന്മാരിലൂടെ കേരളത്തിന്റെ തത്വചിന്താ മണ്ഡലത്തിൽ, ആധ്യാത്മിക മണ്ഡലത്തിൽ വേരൂന്നയില്ലായിരുന്നെങ്കിൽ കേരളം ഒരുപക്ഷെ വിവേകാനന്ദ സ്വാമികൾ വിശേഷിപ്പിച്ച ഭ്രാന്താലയ സദൃശമായ കേരളം കൂടുതൽ കൂടുതൽ സങ്കീർണതയിലേക്ക്, കൂടുതൽ കൂടുതൽ അസ്വസ്ഥതകളിലേക്ക് നിപതിച്ചു പോയേക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിന്റെ ആധ്യാത്മിക മണ്ഡലത്തെ ശക്തമായി പ്രചോദിപ്പിച്ചുകൊണ്ട് നിർമ്മലാനന്ദ സ്വാമികൾ കേരളത്തിലേക്ക് വരുന്നത്. നിർമ്മലാനന്ദ സ്വാമികളുടെ ചിന്തകൾ ധന്യമാക്കിയ മണ്ണാണ്. ശ്രീരാമകൃഷ്ണദേവനിൽ നിന്നും ഒരു അഗ്നിജ്വാല, അത് ഏറ്റവരെല്ലാവരും ആ അഗ്നിയുമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ആ അഗ്നിയുടെ വാഹകരായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ ഭക്തജനങ്ങളുടെ മനസ്സിലും ആ ജ്ഞാനാഗ്നിയുടെ, ആ തപസ്സിന്റെ അഗ്നിയുടെ ഒരു നാളം ഇപ്പോഴും നാം കെടാതെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ നമുക്കൊരു മിന്നാമിനുങ്ങിന്റെ മാത്രം ഈ ലോകത്തെ മുഴുവൻ ജ്വലിപ്പിച്ച ആ തപപ്രഭാവത്തിൽ നിന്നും ഒരു മിന്നാമിനുങ്ങിനോളം കടമെടുക്കാനേ നമുക്ക് സാധിച്ചിട്ടുണ്ടാവും. നമുക്ക് ചുറ്റുവട്ടത്തേക്ക് മാത്രം പ്രകാശം പകരുന്ന ഒരു മിന്നാമിനുങ്ങിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ ആ മിന്നാമിനുങ്ങിനെയെങ്കിലും കിട്ടിയ നമ്മൾ ശ്രീരാമകൃഷ്ണ വിവേകാനന്ദന്മാരെ, മാതൃദേവിയെ ഹൃദയത്തിൽ ഒരല്പമെങ്കിലും തിരിച്ചറിയാൻ സാധിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതം എത്രമാത്രം ധന്യമാണ് എന്ന് എത്രയെത്ര കുടുംബങ്ങളിലൂടെ, എത്രയെത്ര വ്യക്തികളിലൂടെ, ഒരുപക്ഷെ അസ്വസ്ഥമായേക്കാവുന്ന യുവസമൂഹത്തെ, അരാജകത്വത്തിലേക്ക് നിപതിച്ചു പോയേക്കാവുന്ന, ആശയപരമായി സംഘട്ടനത്തിലേക്ക് പോയേക്കാവുന്ന എത്രയോ ചെറുപ്പക്കാരെ അക്കാലത്ത് ആത്മീയമായ അഗ്നി കൊണ്ട് ജ്വലിപ്പിക്കാൻ വിവേകാനന്ദ സ്വാമികളിലൂടെ പ്രവഹിച്ച, നിർമ്മലാനന്ദനിലേക്ക് ഒഴുകിയ ആ തപോവീര്യത്തിന് സാധിച്ചിട്ടുണ്ട്. അതിന്നും തുടരുന്നു എന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ആശ്രമങ്ങളിലേക്ക് കടന്നു വരുമ്പോ, ഞങ്ങൾ ഈ വഴി മുഴുവനും ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ അത് ആലോചിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ 100 വർഷം മുൻപ് മനുഷ്യര് നടന്നെത്താൻ തന്നെ പ്രയാസപ്പെട്ടിരുന്ന ഒരു ഏകാന്തമായ ഇടത്ത് സ്വാമിജി ഒരു ആശ്രമം തീരുമാനിച്ചത് ഇത് സാധനയ്ക്കുള്ള ഇടമായതുകൊണ്ടാണ്. ഇതൊരു മഹാത്മാവിന്റെ തപോഭൂമിയാണ്. ഇവിടെ എത്തിച്ചേരുന്ന മനസ്സുകൾക്ക് സ്വസ്ഥതയുണ്ടാകണം. ആധുനിക സമൂഹത്തിന്റെ സംഘർഷങ്ങളിൽപ്പെട്ട്, അസ്വസ്ഥതകളിൽപ്പെട്ട് ഇവിടെ എത്തിച്ചേരുന്നവർക്ക് സ്വസ്ഥമായിരുന്നു സാധന ചെയ്യാൻ, വേദാന്ത വാക്യങ്ങൾ ശ്രവണം ചെയ്യാൻ, ഭക്തി നിറഞ്ഞ ഹൃദയവുമായി ഇവിടെ ചെലവഴിക്കാൻ കഴിയണം എന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു തപോവാടി അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ ഉണ്ടായത്. അങ്ങനെ കേരളത്തിൽ എത്ര ഇടങ്ങൾ, അങ്ങനെ ഒരു വലിയ പ്രസ്ഥാനത്തെ കേരളത്തിൽ എത്തിച്ച ഒരു മഹാപുരുഷന്റെ പേരിലുള്ള പുരസ്കാരം കേരളത്തിന്റെ ഈ തൃശ്ശൂരിൽ നിന്നും, ഞാൻ എപ്പോഴും ഡോക്ടർ ലക്ഷ്മി കുമാരി എന്ന നമ്മുടെ പ്രിയപ്പെട്ട ദീദിയെ എനിക്ക് മാം പറഞ്ഞപ്പോ ഞാൻ വളരെ അസൂയോടെ ഇരുന്ന് കേൾക്കായിരുന്നു. കാരണം ഓരോരുത്തരും എന്റെയാണ് എന്ന് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ദീദി. ഞാൻ എന്റെയാണ് എന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ദീദി ലോകത്തിന് മുഴുവൻ സ്വന്തമായ ഒരു അമ്മയാണ്. അവനവന്റേതെല്ലാം ഉപേക്ഷിച്ചപ്പോൾ ലോകം മുഴുവനും ആ അമ്മയെ ഏറ്റെടുക്കുകയായിരുന്നു.
ഞാൻ ദീദിയെ പറ്റി ഓർക്കുന്ന ഒരു വലിയ ചിത്രം, ദീദി തന്നെ സ്ത്രീകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. അത് സമാദരണീയായ ഇന്ദിരാ കൃഷ്ണകുമാർ അമ്മ അത് സൂചിപ്പിച്ചു. പൂർണ്ണതയിലേക്ക് ഉയർത്തണേ എന്നൊരു പ്രാർത്ഥന പോലെ ദീദി സ്ത്രീകളെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. അത് ലളിതാ സഹസ്രനാമത്തിലെ പ്രസിദ്ധമായ ദേവകാര്യ സമുദ്യത എന്ന വാക്കായിരുന്നു. ദേവകാര്യ സമുദ്രതയാണ് ഭാരതത്തിൽ ജനിച്ച ഓരോ സ്ത്രീയും. അതിനു മുൻപേ നടന്ന ചിലരുണ്ട് അതിന് നമുക്ക് അഗ്രേസരന്മാരായ ചിലരുണ്ട്. മാതൃദേവിയെ പോലെ, സിസ്റ്റർ നിവേദിതയെ പോലെ, അമ്മയെ പോലെ, അങ്ങനെ 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 ഭാരതത്തിന്റെ മാതൃത്വത്തിന്റെ മഹത്വം ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ചിലർ നമുക്കുണ്ട്. ആ വലിയൊരു പാരമ്പര്യത്തിൽ നമുക്ക് മുന്നേ നടന്ന ഒരമ്മയെയാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ലക്ഷ്മി ദീദി ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജീവിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ സ്ത്രീകൾക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ അത് മതി. കാരണം അമ്മ ഉയർത്തുന്ന ഒരു ആശയത്തിന്റെ പവറുണ്ട്. ഇത് സ്ത്രീകൾക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്നതാണ്. ഈ പവർ എന്നതിന്റെ ലാവണ്യാഭാവങ്ങൾ. കൊടുങ്ങല്ലൂർ ചെന്നാ നമുക്ക് ചിലപ്പോ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി തരുന്നത് അമ്മയായിരിക്കും, നമ്മളോട് വർത്താനം പറഞ്ഞുകൊണ്ട് അടുത്ത് വന്നിരിക്കുന്നത് അമ്മയായിരിക്കും. പക്ഷെ ആ അമ്മ ഒരേ സമയം നമ്മളിവിടെ കണ്ടതുപോലെ അക്കാദമിക രംഗത്ത് വലിയ സ്ഥാനങ്ങൾ കൈവരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴും ആ കന്യാൻ ദീദിയെ പറ്റി ഓർക്കുന്ന ഒരു ചിത്രമാണത്. കന്യാകുമാരിയിൽ ആ 3 സാഗരങ്ങളുടെയും സംഗമഭൂമിയിൽ വിവേകാനന്ദന്റെ തേജോമയമായ വിഗ്രഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട്, വിവേകാനന്ദ സ്വാമികളുടെ തപോഭൂമിക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഡോക്ടർ എം ലക്ഷ്മികുമാരി എന്ന പുത്തഴത്ത് രാമമേനോന്റെ പൈതൃകം പേറുന്ന വലിയൊരു കുടുംബ പാരമ്പര്യമുള്ള ഒരു വ്യക്തി, ഒരു അക്കാദമിക പാരമ്പര്യമുള്ള വ്യക്തി താൻ ജീവിതത്തിൽ എവിടേക്ക് തിരിയണം എന്ന് സങ്കല്പിക്കുന്ന ഒരു രംഗമുണ്ട്. ഭൗതിക സമൃദ്ധിയുടെ ജീവിതം മുന്നിൽ കിടക്കുന്നു. മറ്റൊരിടത്ത് ശ്രീ ഏകനാഥരാനഡയുടെ അദ്ദേഹത്തിന്റെ വിളി, സ്വാമി ചിന്മയാനന്ദജിയുടെ നിരന്തരമായ സമ്പർക്കവും സൗഹൃദവും ആത്മീയ സമർപ്പണവും അവരുടെ ഉള്ളിൽ വരുത്തിയ മാറ്റങ്ങൾ, രാമകൃഷ്ണ വിവേകാനന്ദ പ്രസ്ഥാനങ്ങൾ കൊളുത്തിയ അഗ്നി. ഇവിടെ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നാലോചിച്ചപ്പോൾ ദീദി തിരഞ്ഞെടുത്ത വഴി ത്യാഗത്തിന്റെ വഴിയായിരുന്നു. അത് സത്യസന്ധമായ വഴിയായിരുന്നത് കൊണ്ട് ഇന്ന് ലോകം മുഴുവൻ സ്വന്തമാക്കിയ ഒരമ്മ, ലോകത്തിന് മുഴുവൻ സ്വന്തമായ ഒരമ്മ, ഈ അമ്മയെ ആദരിക്കുന്ന ഈ വേദിയിൽ ലോകത്തിന്റെ പലയിടങ്ങളിലുള്ള അമ്മയുടെ മക്കളോടൊപ്പം, ദീദി സ്വന്തമാക്കിയ സ്നേഹങ്ങളോടൊപ്പം, ദീദി സ്വന്തമാക്കിയ ഹൃദയങ്ങളോടൊപ്പം ദീദിയുടെ പാദങ്ങളിൽ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രണമിച്ചുകൊണ്ട് ആശംസകളും അതിനപ്പുറത്തെ സ്നേഹവും സമർപ്പിക്കുന്നു. നമസ്കാരം.